ഹൈമാവലി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനൊരു ചക്ക പറിച്ചിട്ട് ചക്കയുടെ ഇവിടെ പറിച്ചു കൊണ്ടിട്ട് എൻ്റെ പറമ്പ് ചക്കയിൽ കുറേ പറിച്ചു കൊണ്ടിട്ട് തൽക്കാലം നമുക്ക് ലേശം കറി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചക്ക പൊട്ടി ഇരി വെച്ചതായി ഇന്നിട്ട് ചോളം പറഞ്ഞാൽ വേണ്ടി നോക്കലാണ്. ഇത് കണ്ടില്ലേ, നല്ല ചക്കയാണ്. ചക്ക ഇഷ്ടംപോലെ ഇത് പറിച്ചു കൊടുത്തിട്ട് ചക്കയ്ക്ക് നന്നായിട്ട് കുറച്ച് ചക്ക വറുക്കാനും കുറച്ച് നമുക്ക് ഉപ്പ് സാധാരണ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ചക്ക സാധാരണ വെക്കുമ്പോൾ കറി വെക്കട്ടെ വെച്ചിട്ടാണ് ഇവിടെ പാക്കാൻ പോകുന്നത്. ഇത് കുറച്ച് കൊത്തി ഇരിഞ്ഞിട്ട് ഇവിടെ വെക്കാനാക്കിയിട്ടുണ്ട്. ഇത് പാൻ വെക്കട്ടെ. ഇത് മുറിച്ചിട്ടിട്ട് പിന്നെ എങ്ങനെയാണ് വെക്കുന്നത് ഞാൻ വെക്കുന്ന പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ചക്ക വെച്ചിട്ടില്ല, ഞാനിവിടെ ഇല്ലാതുകൊണ്ട് ചക്കയൊന്നും ആരും വെച്ചിട്ടില്ല. ചക്ക വെച്ചിട്ടില്ല. ചക്ക വെക്കണമെങ്കിൽ ഇവിടെ ഞാനിവിടെ ഇല്ലാണ്ടായിപ്പോയി, അതുകൊണ്ട് ചക്ക വെച്ചിട്ടില്ല. അങ്ങനെയുള്ളത് ഇത് പാങ്ങക്കണ്ടേ, പറിച്ച് കൊണ്ട് പാങ്ങക്കണ്ടേ. ഇനി ഞാനിവിടെ വന്നേരം ഇതൊരാൾ പറിക്കാൻ വേണ്ടി വന്ന് പറിച്ച് തന്നു. ഞാനത് കൊത്തി മുറിച്ചിടാൻ വെച്ചിരുന്നു. ഞങ്ങൾക്ക് എടുത്തുകൊണ്ടിരാനാവില്ലല്ലോ. ഇത് പറിച്ചിട്ട് കൊടുത്തുണ്ട്. അതുകൊണ്ട് ഞാനത് പറിച്ചിട്ട് മുറിച്ചിട്ടിട്ട് നമുക്ക് കറി വെക്കാൻ ഞാനിങ്ങനെ അങ്ങനെയാണ് മുറിച്ചിടാണ്ട. ഇങ്ങനെയാണ് നമ്മൾ മുറിച്ചിടുക ചക്കക്ക്. സാധാരണ കറി വെക്കാന്ന് വെച്ചാൽ ചക്ക വെക്കുന്ന നമ്മളിപ്പം പിന്നെ വെക്കുന്നതാണ്, വെക്കുമ്പോൾ തന്നെ വെക്കുന്നതാണ് വെറുതെ. ഇതേപോലെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് വെക്കുക. മുറിച്ചിട്ട് സാധാരണ നമ്മൾ ചക്ക കറിയാക്കിയിട്ട് വെക്കുന്നില്ല, വെള്ളമായിട്ടുള്ള കറിയാക്കി വെക്കുന്നില്ല, അരച്ച് കറി വെക്കുന്നില്ല. ഇത് ഇങ്ങനെ നമ്മൾ ഉപ്പേരിയെല്ലാം വെക്കുമ്പോൾ തന്നെ വെക്കുന്ന ഒരു ചക്ക വെക്കുന്നത്. ഇത് നമ്മളെങ്ങനെയാണ് നമ്മൾ ചക്ക വെക്കല്. എല്ലാവരും പലതരത്തിലത് വെക്കും. എല്ലാവരും തേങ്ങ ചേർത്തിട്ട് ചിലം വെക്കും. നമ്മളതൊന്നും വെക്കില്ല. വെറും ഇത് മാത്രം പിന്നെ മഞ്ഞളും പറഞ്ഞിട്ട് വെക്കുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാമല്ലോ. ഇത് ഞാൻ മുറിച്ചിട്ടിട്ട് നമ്മളൊന്ന് വെക്കുമ്പോൾ ഇത് കാണിച്ചു തരാം കേട്ടോ. തൽക്കാലം ചക്ക തീറ്റി വെച്ച് പാങ്ങാക്കട്ടെ. പാക്കുന്നത് നിങ്ങൾ കാണിച്ചു തന്നില്ല, ഒരു പാങ്ങാക്കട്ടെ. ഇപ്പോൾ ചക്ക പാങ്ങാക്കിയിട്ട് എടുത്തു മുറിച്ചിട്ട് ചക്കയിലായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ കുക്കറിൽ വാങ്ങിയിട്ട് നമ്മളിങ്ങനെയാണ് ചക്ക വെക്കുന്നത്. അതിൻ്റെ ചക്ക വെപ്പായിട്ട് നമുക്ക് ചക്ക വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ചക്ക വെക്കുന്നത് നമ്മളെങ്ങനെയാണ് വെക്കുന്നത്, നമ്മൾ വെക്കുന്ന രീതിയിലാണ് ഞാനിപ്പം കാണിച്ചു തരാൻ പോകുന്നത്. ഇതെന്തെല്ലാം എന്താ വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ് പൊടി, കുറച്ച് ഉപ്പും പൊടി. ഇത് മൂന്നാണ് ഇവിടെ വേണ്ടത്. ചക്കക്ക് ഇത് വേണ്ട, കുറച്ച് ഉപ്പ് പൊടി ഇടുക, ഉപ്പിട്ടു. ഇനിയിപ്പം ലേശം മഞ്ഞൾപ്പൊടി ഇടണം. ഈ കുറച്ച് ഉപ്പിട്ടു. രണ്ടാമത് ഇപ്പം എന്ന് വെച്ചാൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഉണ്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ആവശ്യത്തിന് മാത്രം ഇട്ടുള്ളൂ. കുറച്ച് മുളക് പൊടി ഇട്ടു. കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുക. എന്താണ് ഇത് കുറച്ച് ഇനിയിപ്പം കുറച്ച് നമ്മൾ വെള്ളം ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുക. വേണ്ടില്ലേ, ഇതിപ്പം ഇത് കുറച്ച് വെള്ളം കുറച്ചേ വേണ്ടു, കൂടുതൽ വേണ്ട. കുറച്ച് ഇപ്പം മഴ പെയ്തുകൊണ്ട് വെള്ളം കുറച്ചേ വേണ്ടു. വെള്ളം കുടിച്ച് ചക്കയായതുകൊണ്ട് കുറച്ചേ വെള്ളം ഒഴിക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അടിഞ്ഞു പോകും. പിന്നെ മഞ്ഞളും ഉപ്പും ബാക്കി എല്ലാം ഇളക്കിയിട്ട് ഇങ്ങനെ അടി ഇളക്കിയിട്ടല്ല വെക്കുക. ഇനിയിപ്പം ഇങ്ങനെ അമർത്തിട്ട് ഇതിൻ്റെ കുക്കർ കത്തി അടുപ്പിട്ട് അതില്ലേ അടുപ്പത്ത് വെച്ചു. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ അതിലേക്ക് നമുക്ക് ഇനിയിപ്പം പത്തിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. അത് ഒരു ആവി ഒഴിച്ച് വാങ്ങി വെച്ചാൽ അപ്പോൾ 2 പ്രാവശ്യം വിസിൽ വരികയുള്ളൂ.
ചക്കയായി. വറുത്തരാക്കിയിട്ട് ഇത് തന്നെ കരിവേപ്പില വറുത്ത് വിടുന്നില്ല, അവിടെ കരിവേപ്പില വലിക്കുന്നില്ല. തൽക്കാലം ഇപ്പോൾ നമുക്കിപ്പോൾ ഇനി ഈ വറുത്തര ചക്കയായി. ചക്ക ആവി വാങ്ങി വെച്ചു. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ വറുത്തരാനാക്കാം കേട്ടോ. എന്താ ഇനി എന്താ വെള്ളിട്ട് വെച്ചാൽ വറുത്തരാന്ന് വെച്ചാൽ ഉഴുന്ന് പരിപ്പ് ഇല്ല, ഉഴുന്ന് പരിപ്പ് ഒരു മുളകും ഇട്ടിട്ട് ഉണ്ടല്ലേ, ഉഴുന്ന് പരിപ്പും മുളകും അത് ഇട്ടിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുളകും ഇതാ, ഒരു മുളകും കൂടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കരിവേപ്പിലയും കൂടി ഇടാം. കരിവേപ്പില പരിക്കാൻ നമുക്കിപ്പം പോകാൻ പറ്റാത്തതുകൊണ്ട് കരിവേപ്പില പരിക്കുന്നില്ല. ഞാനിപ്പം തൽക്കാലം ഇത് മാത്രം എടുക്കുന്നില്ല. ഇതിപ്പം വറുത്തെടുത്ത് വെച്ചിട്ട് അത് ആയപാട് വറുത്തിട്ടിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇത് വറവ് ആവാനായില്ല, വറവാകുന്നുണ്ട്. വറവാകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചക്ക നോക്കാം. എന്താ ചക്ക നല്ല കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചക്ക ഇത് വറുത്തിട്ടെ, ഇത് ഓഫാക്കുന്നുണ്ട്. അപ്പോൾ ഇത് വറുത്തിടാം. നല്ലപോലെ വെളിച്ചെണ്ണ നല്ലപോലെ വറുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെളിച്ചെണ്ണയാണ് ഈ ചക്കേൻ്റെ രീതി. ഓരോന്നല്ല ഇത് വേണ്ട, വെളിച്ചെണ്ണ നല്ലപോലെ വേണം. വെളിച്ചെണ്ണയും ഒഴിഞ്ഞ് വെച്ച് കൂടി ഇട്ടിട്ട് വറുത്തിട്ടാൽ ഇതിൻ്റെ രുചിയൊന്നും വേർത്തതിൻ്റെ മണവും എല്ലാം വറുത്തതൊക്കെ നല്ല കണ്ടീഷനായിട്ട് വരും. ഉണ്ടോ? നല്ല അടിപൊളി ചക്കയാണ്. വറുത്തിട്ട് ഉഴുന്ന് പരിപ്പ് തമ്മിൽ തന്നെ കാണാനുണ്ട്. നല്ലപോലെ ഉഴുന്ന് പരിപ്പ് കാണുന്നുണ്ട്. ഇപ്പം നമുക്ക് പ്ലേറ്റിലൊന്നും വെള്ളം നോക്കാം. പ്ലേറ്റിലൊന്ന് വിളമ്പി വെച്ചേക്കാം. നോക്കാലോ. ഉണ്ടോ? ചക്ക വേണ്ട, നല്ല അടിപൊളി ചക്കയാണ്. ഇതാണ് നല്ല ടേസ്റ്റുമാണ്, നല്ല രുചിയാണ്. ഉണ്ടല്ലേ? നല്ല ടേസ്റ്റിൽ നല്ല തിന്നവിടെ നല്ല ഉപ്പേരി ചക്ക, നല്ല കണ്ടീഷൻ ചക്കയാണ്.
എനിക്ക് നമുക്ക് ചൂടോടെ കഴിച്ചാൽ ഇതിന് രുചി ഉണ്ടാവില്ല. നല്ല രസമുണ്ട്, നല്ല അടിപൊളി ചക്ക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുന്നു. ഞാൻ ഇന്നത്തെ ചക്ക വെപ്പാണ്. ഇക്കലത്തെ ചക്കയും ഇവിടെ ഇല്ലാതെ വെക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്നിപ്പം ഏതായാലും ഞാൻ ഇവിടെ ഇന്നലെ 2 ദിവസമായിട്ട് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് ഒരാൾ വന്ന് ചക്ക പറിച്ചെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ആക്കി വെക്കുന്നു, നിങ്ങളിത് കാണിക്കാൻ. ചക്ക വേറെ വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഇതൊന്ന് നമുക്കൊന്ന് കാണിച്ചു തരാം. ഇന്നത്തെ വൈകുന്നേരത്തെ ഭക്ഷണം ഏതായിക്കോട്ടെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് വെച്ചത്. നല്ല ഒരു ചായയും വെച്ച് ഇനിയിപ്പോൾ ഒന്നും വെച്ച ചക്കി തിന്നാൽ നല്ല അടിപൊളി വിശപ്പും കിട്ടും. ഒന്നും വേണ്ട, ഇതിൽ തേങ്ങ ഒന്നും വേണ്ട. ഇതിൽ വേണ്ടതെന്ന് വെച്ചാൽ ചക്കയും ഉഴുന്ന് പരിപ്പ്, മുളക്, പിന്നെ വെളിച്ചെണ്ണ നല്ലോണം വേണം. വെളിച്ചെണ്ണ നല്ലോണം വറുത്തിട്ട് നല്ല വൃത്തിയായി നല്ല പാകത്തിൽ ഇറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. പിന്നെ കരിവേപ്പില പൊടിക്കുക, നമുക്ക് കരിവേപ്പില ഇടാം. പക്ഷേ ഇപ്പോൾ എനിക്കിപ്പോൾ കരിവേപ്പില പരിക്കാൻ പറ്റാത്തതുകൊണ്ട് കരിവേപ്പില ഇട്ടിട്ടില്ല. ഇത്രയേ ഉള്ളൂ.